Good afternoon. No, ma'am. Good afternoon, miss. Good afternoon, ma'am. Happy New Year, miss. Happy New Year. Welcome. Happy New Year. Happy New Year, ma'am. Happy New Year, Harita. Rasida, Happy New Year. Fatima, Happy New Year. Happy New Year, ma'am. Sakira. Happy New Year, ma'am. ന്യൂ ഇയർ ആയിട്ട് എവിടെയെങ്കിലും പോയോ? ഇന്നലെ എവിടെയായിരുന്നു ന്യൂ ഇയറിന്റെ സമയത്ത് 12 മണിക്ക് എവിടെയായിരുന്നു? വർക്കല ശിവഗിരി. ഓക്കെ. ഇല്ല, പോയില്ല അല്ലെ? ചിലവര് പോയിട്ടുണ്ടാവും, ചിലവര് പോയിട്ടുണ്ടാവില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു കേട്ടോ. ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആവട്ടെ, നല്ല ഹോസ്പിറ്റലുകളിൽ ജോലി കിട്ടട്ടെ, പുറത്തേക്കൊക്കെ അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, Thank you, miss. Thank you, thank you, thank you. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പേജ് നമ്പർ ഒന്ന് പറയാമോ? ലബോറട്ടറി സർവീസ് 17. 17 അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിനിക്കൽ പാത്തോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലിനിക്കൽ മൈക്രോബയോളജി. ഇനി പറയാനുള്ളത് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി ആണ്. എല്ലാവരും നോട്ടൊക്കെ ചെയ്ത കാര്യങ്ങള് വീട്ടിലിരുന്ന് വായിച്ചില്ലേ? ഞാൻ മൈക്ക് ഓഫ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് പോകാം. അടുത്ത ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ബയോകെമിക്കൽ അനാലിസിസും മറ്റൊന്ന് ഹോർമോണൽ അസൈസും ആണ്. അപ്പൊ നമുക്ക് എന്താണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് നോക്കാം. എന്തായിരിക്കും ബയോകെമിക്കൽ അനാലിസിസ്? ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ, നിങ്ങളെ നോട്ട് ചെയ്ത് വെച്ചോളൂ. Test used to study the presence or absence. Test used to study the presence or absence of enzymes proteins lipids, 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 etc. ഒന്നുകൂടി പറഞ്ഞു തരാം. Test used to study the presence or absence of enzymes, proteins, lipids, etc. മനസ്സിലായോ എന്താണെന്ന്? നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിലുള്ള അല്ലെ എൻസൈമുകള്, പ്രോട്ടീനുകള്, അതുപോലെ ലിപ്പിഡ്, ഇതിന്റെ ഒക്കെ എന്താണ് അതിന്റെയൊക്കെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് എന്ത് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ LFT, പിന്നെ അതുപോലെ തന്നെ ബിലിറൂബിൻ, ഇതൊക്കെ ഇതിൽ വരുന്ന ടെസ്റ്റുകളാണ് കേട്ടോ. ബയോകെമിക്കൽ അനാലിസിസിൽ വരുന്നതാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, LFT, ബിലിറൂബിൻ ടെസ്റ്റ്, ഇതൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഹോർമോണൽ അസൈസ്. എന്താണ് ഹോർമോണൽ അസൈസ് എന്ന് നോക്കാം നമുക്ക്. അപ്പോ പേരിൽ തന്നെയുണ്ട്, ഹോർമോണുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും അത്? നമ്മുടെ ബോഡിയിലെ ഹോർമോണൽ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കുന്നതിനാണ്, അല്ലെങ്കിൽ അതുമായി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണിത് ഹോർമോണൽ അസൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എഴുതിയെടുത്തോളൂ. ഹോർമോണൽ അസൈസ് യൂസ്ഡ് ടു കൺഫേം the hormonal abnormalities. Used to confirm the hormonal abnormalities. ഹോർമോണൽ അബ്നോർമാലിറ്റീസിന് എന്തൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം? എന്തൊക്കെയായിരിക്കും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാ? ഒന്ന് ഓർത്ത് വയ്ക്കുന്ന, ടൈപ്പ് ചെയ്തേ, കമന്റ് ചെയ്യാമോ? തൈറോയിഡ്, PCOD. ലാസ്റ്റ് ഒന്നുകൂടി പറയണോ? യൂസ്ഡ് ടു കൺഫേം ദ ഹോർമോണൽ അബ്നോർമാലിറ്റീസ്. AB കേട്ടോ, അബ്നോർമാലിറ്റീസ്. ഓക്കെ, തൈറോയിഡ് എക്സാമ്പിൾ ആയിട്ട് വരും. അതുപോലെ തന്നെ PCOD, PCOS, ഒബിസിറ്റി, ഇതൊക്കെ ഹോർമോണൽ അബ്നോർമാലിറ്റീസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ബയോകെമിക്കൽ അനാലിസിസ്, മറ്റൊന്ന് ഹോർമോണൽ അസൈസ്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞു വിട്ടെ ഞാൻ. കംപ്ലീറ്റ് ആയില്ലേ? നെക്സ്റ്റ് കടക്കാം, നെക്സ്റ്റിലോട്ട് പോകാം. ഓക്കെ, ഇനി നമുക്ക് ഹൈറാർക്കിയാണ് വരുന്നത്. ഈ ഹൈറാർക്കിയില് നമ്മൾ പ്രധാനമായിട്ടും ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ്, അതായത് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനേക്കാളും കൂടുതലായിട്ട്, അതായത് അതത്ര ഇമ്പോർട്ടന്റ് അല്ല, റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഒന്ന് നോക്കി വെക്കണം. അപ്പൊ അതിനകത്ത് ഹൈറാർക്കിയില്, അതായത് അധികാര ശ്രേണിയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു കോളം നിങ്ങൾ കണ്ടോ? ടെക്സ്റ്റിൽ നോക്കിയേ. ഒരു ലബോറട്ടറിയില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഹൈറാർക്കി, അതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒന്ന് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, മറ്റൊന്ന് റെസ്പോൺസിബിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ലബോറട്ടറി ഡയറക്ടർ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ട്രെയിനിങ്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡോക്ടറൽ ഡിഗ്രി ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റില് MD PhD എന്ന് കൊടുത്തിട്ടുണ്ട്. സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡഡ്. അതായത് ഒരു ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആള്, ഓക്കെ, അതായത് MD എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ് അല്ലെ. അതായത് MBBS കഴിഞ്ഞ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഡിഗ്രി, ദാറ്റ് ഈസ് MD. പിന്നെ PhD എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങളൊക്കെ ചെയ്തിട്ട് PhD കിട്ടുന്ന ആള് അല്ലെ. അപ്പൊ ഈ ഒരു, അതായത് ഡോക്ടറൽ ഡിഗ്രി, അതായത് സ്പെഷ്യൽ ആയിട്ട് MBBS ഒക്കെ കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡിഗ്രി എടുത്തിട്ടുള്ള ഒരു വ്യക്തി. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് സംടൈംസ് a medical laboratory scientist board certification recommended. എന്താണ്? അതായത് പലപ്പോഴും ഒരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഡോക്ടർ ആയിരിക്കും ആര്? ലബോറട്ടറി ഡയറക്ടർ ആവുന്നത്. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MD അല്ലെങ്കിൽ PhD ആണ്. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം ലബോറട്ടറി ഡയറക്ടർ ആയിരിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് നമുക്ക് നോക്കാം. കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻ and ensures quality patient care, explains test result with the consulting pathologist. അതായത്
ഒരു ലബോറട്ടറിയിലെ എല്ലാത്തരം കാര്യങ്ങളും ആ ലബോറട്ടറിയിലുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് ലബോറട്ടറി ഡയറക്ടറാണ്. മാത്രമല്ല ക്വാളിറ്റി പേഷ്യന്റ് കെയർ, അതായത് രോഗി പരിചരണത്തിനുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. അതായത് അവിടെ വരുന്ന പേഷ്യൻസിന് മതിയായിട്ടുള്ള പരിചരണം കെയർ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? ലബോറട്ടറി ഡയറക്ടറാണ്. മാത്രമല്ല കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റുമായിട്ട്, അതായത് പേഷ്യൻസിന്റെ ഡോക്ടേഴ്സ് ആരാണോ അവരുമായിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ടെസ്റ്റ് റിസൾട്ടുകൾ ഡോക്ടേഴ്സുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് ടെസ്റ്റ് റിസൾട്ടുകളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പുവരുത്തുന്നതും ആര് തന്നെയാണ്? ഈ ഒരു ലബോറട്ടറി ഡയറക്ടറാണ്. ഓക്കെ, അപ്പോ എല്ലാത്തരം ഒരു ലബോറട്ടറിയിലുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങള്, അവിടുത്തെ ആക്ടിവിറ്റീസ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നതും പേഷ്യന്റ് കെയർ എൻഷുർ ചെയ്യുന്നതും പാത്തോളജിസ്റ്റുമായിട്ട് ടെസ്റ്റ് റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ആരുടെ ഡ്യൂട്ടിയാ? ലബോറട്ടറി ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആദ്യത്തെ ആളെ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തേതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡോക്ടറൽ ഡിഗ്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്, MD or PhD, മേ ബി മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി, എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡുമായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ഡോക്ടറൽ ഡിഗ്രി വേണം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്ടറൽ ഡിഗ്രി വേണം. അതുപോലെ തന്നെ ലാബുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിട്ടുള്ള വ്യക്തിയായിരിക്കണം ആര്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ, അപ്പോ ബോർഡ് സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ലാബുമായി ബന്ധപ്പെട്ട വിഷയത്തില് മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ള വ്യക്തിയായിരിക്കണം ടെക്നിക്കൽ സൂപ്പർവൈസർ ആകേണ്ടത്. ഇനി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കാം. Provide supervision of technical and scientific functions of the lab. ഒരു ലാബിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. രണ്ടും ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ജനറൽ സൂപ്പർവൈസർ ആണ് കേട്ടോ. General supervisor may be the same person as the lab director or technical supervisor, depending on lab and experience. MLS, MT or MLT may qualify. ഒന്നുകൂടി പറയണം. ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല് ലാബുമായി ബന്ധപ്പെട്ടിട്ട് ലാബിന്റെ ടെക്നിക്കൽ സൈഡ്, സയന്റിഫിക് സൈഡൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന, അതുമായി ടെക്നിക്കൽ സൈഡൊക്കെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ടെക്നിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ലാബിന്റെ ടെക്നിക്കൽ സൈഡാണ് ആര് സൂപ്പർവൈസ് ചെയ്യുന്നത്? ടെക്നിക്കൽ സൂപ്പർവൈസർ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ജനറൽ സൂപ്പർവൈസർ എന്ന് നോക്കാം നമുക്ക്. May be the same person as the lab director or technical supervisor, depending on the lab and experience. MLS, MT or MLT may qualify. അതായത് ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളിൽ ആരെങ്കിലും ആകാം. ഓക്കെ, ചിലപ്പോൾ ടെക്നിക്കൽ സൂപ്പർവൈസർ ജനറൽ സൂപ്പർവൈസർ ആകാം, അല്ലെങ്കിൽ ലബോറട്ടറി ഡയറക്ടർക്ക് ജനറൽ സൂപ്പർവൈസറിന്റെ ആ ഒരു പൊസിഷൻ കൊടുക്കാം. അപ്പൊ ഈ രണ്ട് വ്യക്തികളിൽ ആരെങ്കിലും ആകാം ആര്? ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന പദവിയിൽ ഇരിക്കുന്നത്. ഇനി ഇത് ഇവർക്ക് കൊടുക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ലാബ് എക്സ്പീരിയൻസിന്റെ ബേസിലാണ്. അതായത് അവർ എത്ര കാലം ലാബിൽ ജോലി ചെയ്തോ അതിന്റെ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഇവരെ ജനറൽ സൂപ്പർവൈസർ ആക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ജനറൽ സൂപ്പർവൈസർ ആകുന്ന വ്യക്തിക്ക് MLS അല്ലെങ്കിൽ MT അല്ലെങ്കിൽ MLT ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, എന്താണ് MLS? കേട്ടിട്ടുണ്ടോ MLS? നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ MLS കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ MT അല്ലെങ്കിൽ MLT പാസ് ആയിട്ടുണ്ടാവും. എന്താണ് MLS? കേട്ടിട്ടില്ല? MLS എന്താ? ഒന്ന്
കമന്റ് ചെയ്യാമോ? ആ ലാബ് കോഴ്സ് ആണ്. MLS എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയൻസ്. എഴുതിയെടുത്തോളൂ കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി സയൻസ് ആണ് എന്ത് MLS കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി സയൻസ്. ഇനി MT എന്താണ്? MT എന്ന് പറഞ്ഞാല് മെഡിക്കൽ ടെക്നോളജി. MT എന്ന് പറഞ്ഞാല് മെഡിക്കൽ ടെക്നോളജി. MT മെഡിക്കൽ ടെക്നോളജി. ഇനി അതുപോലെ തന്നെ MLT എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. മെഡിക്കൽ ലാബ് ടെക്നീഷ്യനും വരുന്നുണ്ട്. അത് കൂടാതെ ഈ ഒരു കോഴ്സിന്റെ പേരാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഓക്കെ, അപ്പൊ MLS എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയൻസ് ആണ്. MT എന്ന് പറഞ്ഞാല് മെഡിക്കൽ ടെക്നോളജി ആണ്. ഇനി MLT എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്. അപ്പോൾ ഈ 3 കോഴ്സിൽ ഏതെങ്കിലും ഒന്ന് പാസ് ആയിരിക്കണം, ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഈ 3 കോഴ്സ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ കൂടുതൽ അല്ലെങ്കിൽ കുറച്ചും കൂടി വാല്യൂ കൂടുതലുള്ളത് MLS-നാണ് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി സയൻസിനാണ് കുറച്ചും കൂടി വാല്യൂ കൂടുതലുള്ളത്. ഓക്കെ, പവർ കൂടുതലുള്ളത്. അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ അല്ല, ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ജസ്റ്റ് നോക്കി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് സംശയമാണ്. അപ്പൊ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഇപ്പൊ 3 കാര്യങ്ങൾ നോക്കിയല്ലേ? ഇനി അടുത്തത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. ഓക്കെ, അപ്പോ MLT എന്ന് പറയുന്ന ഒരു കോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അത് ചെയ്യുന്ന വ്യക്തിയും ഉണ്ട് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അഥവാ MLT എന്ന് പറയും. ഇതെന്താണ് നമുക്ക് നോക്കാം. അസോസിയേറ്റഡ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലൈസൻഷ്യർ സർട്ടിഫിക്കേഷൻ മേ ബി റിക്വയർഡ് ബൈ എംപ്ലോയേഴ്സ്. എന്താണ്? അതായത് അസോസിയേറ്റഡ് ഡിഗ്രി അല്ലെങ്കിൽ അംഗീകൃത MLT കോഴ്സ് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ചില സമയത്ത് ലൈസൻസ് എന്ത് ചെയ്യും? ലൈസൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതായത് ഇത് ചെയ്യാനായിട്ട്, അതായത് MLT ആകുന്നതിന് വേണ്ടിയിട്ട് ചില എംപ്ലോയീസിന്റെ, അതായത് ലാബിലെ ആളുകൾ ഉണ്ടല്ലോ, മാനേജ്മെന്റ് ഉണ്ടല്ലോ, അവരുടെ നിർദ്ദേശപ്രകാരം ഇതിന് ലൈസൻസും എന്താണ് ചില വ്യക്തികൾക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോ MLT കോഴ്സ് പാസ്സായിട്ടുള്ള, സർട്ടിഫിക്കേഷനോട് കൂടി പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ലാബില് MLT ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ MLS MT. ഇനി ഇവരുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റി എന്താണ്? അതായത് കസ്റ്റമറി ടെസ്റ്റുകൾ, പതിവ് പരിശോധനകൾ നടത്തുന്നു. ഓക്കെ, ലാബിലെ പതിവ് പരിശോധനകൾ നടത്തുന്നു. അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ഉറപ്പുവരുത്തുന്നു. ആരുടെ അണ്ടറിലാണ് അവർ പ്രവർത്തിക്കുന്നത്? MLT-കൾ പ്രവർത്തിക്കുന്നത് നിലവിൽ ലാബിലുള്ള MLS-ന്റെയും MT-യുടെയും അണ്ടറിലാണ്. അതായത് MLS കോഴ്സ് പാസ്സായി വന്നിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെഡിക്കൽ ലബോറട്ടറി സയൻസ്, അതുപോലെ MT കോഴ്സ് മെഡിക്കൽ ടെക്നോളജി പാസ്സായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ അണ്ടറിലാണ് MLT-കൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ പതിവ് പരിശോധനകൾക്ക് നേതൃത്വം കൊടുക്കുന്നു, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ഉറപ്പുവരുത്തുന്നു. MLS-ന്റെയും MT-യുടെയും അണ്ടറിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഓക്കെ, ഇനി അടുത്തത് ഫ്ലബോട്ടമിസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ആരാണ് ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറയുന്നത്? ഫ്ലബോട്ടമിസ്റ്റ് ആരാ? നമ്മൾ അവരെ കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? ലാബിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് അവരെയല്ലേ കൂടുതലായിട്ടും? അവരെയല്ലേ നമ്മൾ നോക്കുന്നേ, ശ്രദ്ധിക്കുന്നതൊക്കെ? ആരാ? ബ്ലഡ് എടുക്കുന്ന ആളുകളല്ലേ? ഫ്ലബോട്ടമിസ്റ്റ് അഥവാ PBT, ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. ഹൈസ്കൂൾ ഡിഗ്രി, ഹൈസ്കൂൾ വിദ്യാഭ്യാസം വേണം. പിന്നെ ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ട്രെയിനിങ്ങോ എക്സ്പീരിയൻസോ ആവശ്യമാണ്. ആർക്ക്? ഫ്ലബോട്ടമിസ്റ്റിന്.
വെറുതെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഫ്ലബോട്ടമിസ്റ്റ് ആകാനായിട്ട് പറ്റില്ല. ലാബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ട്രെയിനിങ് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇനി ഇവരെന്താ ചെയ്യുന്നത്? ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യന്റ് ഫോർ ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ പക്കൽ നിന്നും ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? നമ്മളെ കുത്തിവെച്ചിട്ട് നമ്മുടെ ബ്ലഡ് വെക്കില്ലേ, അവരെയാണ് ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഇൻഫ്രാസ്ട്രക്ചറും റീഡ് ചെയ്യൂ. ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്, അതും കൂടി ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യണേ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, infrastructure of the laboratory changes with the needs of the clinical research service provided by the laboratory, but the basic needs should meet the regulatory and international standards. Infrastructure of a laboratory directly affects the quality of research data, efficiency and safety of laboratory workers. The management of the laboratory is responsible for providing sufficient resources to staff to guarantee efficient working of a laboratory. അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലാബിലെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ലാബ് സേവനങ്ങൾ നൽകുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ഒരു ചെറിയ ലാബ്, അതിനകത്ത് നമ്മൾ വലിയ എക്യുപ്മെന്റ്സ് കൊണ്ടുവച്ച് കഴിഞ്ഞാല് അത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷനിങ് ആവുമോ?
വളരെ ചെറിയൊരു ലാബാണെന്ന് വിചാരിക്കുക. വലിയ വലിയ എക്യുപ്മെന്റുകൾ കൊണ്ടുവന്ന് വെച്ചേക്കുക, ഒരിക്കലും പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, അതായത് ഒരു ലാബിലെ സൗകര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ലാബിന് എന്ത് ചെയ്യാൻ പറ്റൂ, സർവീസ് അഥവാ സേവനം നൽകാനായിട്ട് സാധിക്കൂ. അപ്പോ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ, അതായത് ഒരു ലാബിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടായിരിക്കണം അത് ഫങ്ഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കേണ്ടത്. ഓക്കെ, അതായത് നമുക്കറിയാം NABL എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു അക്രഡിറ്റഡ് ബോഡി ഉണ്ട്. ഈ NABL ആണ് എന്ത് കൊടുക്കുന്നത്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ലബോറട്ടറികൾക്കുമുള്ള ഗൈഡൻസ് കൊടുക്കുന്നത്. അപ്പോ അതനുസരിച്ച്, അതായത് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, ഓരോരോ ഓർഗനൈസേഷനുകളുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോ എപ്പോഴും നോക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അവരുടെ റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണോ ലബോറട്ടറി പ്രവർത്തിക്കുന്നത്, അവര് പറയുന്നത് പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലബോറട്ടറിയിൽ ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയാലാണ് ഒരു ലബോറട്ടറിക്ക് നമുക്ക് ലൈസൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അവരുടെ റെഗുലേറ്ററി നീഡ്സ് അനുസരിച്ചിട്ടൊക്കെയാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ഒരു ലബോറട്ടറി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന ലബോറട്ടറികൾക്കാണ് എന്ത് കൊടുക്കുന്നത്, ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ലാബ് ക്വാളിറ്റി ഉറപ്പുവരുത്തണം ആര്, ഈ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻസ്. ഇപ്പൊ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണോ ഇത് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് ആ ലാബിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കൂ, അല്ലെങ്കിൽ അതിനൊരു അക്രഡിറ്റേഷൻ അഥവാ അംഗീകാരം ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? അപ്പോ നമുക്ക് തോന്നിയ പോലെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ലാബിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഒരു ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അവിടെയുള്ള ആ ലബോറട്ടറിയുടെ ഒരു ഓണർ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെയുള്ള ആ ഓണറിന്റെ എന്താ പറയാ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ലബോറട്ടറിയെ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റുമോ? കാരണം ഇത് രോഗികളുമായിട്ട് സാധാരണ ജനങ്ങളുമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ലബോറട്ടറി എന്ന് പറയുന്നത് എന്താണ്, ആളുകളുമായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ലേ. അപ്പോ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ചില ക്രൈറ്റീരിയകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. അപ്പോ അത് ഗൈഡ് കൊടുക്കുന്ന സ്ഥാപനം എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് വേണം ലബോറട്ടറി പ്രവർത്തിക്കാൻ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അത് ഡയറക്ട്ലി ബാധിക്കുന്നത് ആരെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ലാബില് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് കുറച്ചു പേരെയെങ്കിലും ബാധിക്കും. ആരെയൊക്കെയാ ബാധിക്കുക, എന്തിനൊക്കെയാണ് ബാധിക്കുക? ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒരു ലബോറട്ടറിയിൽ ഇല്ലെങ്കിൽ എന്തിനെയൊക്കെ ബാധിക്കുക? റിസൾട്ടിനെ ബാധിക്കില്ലേ? അവിടെ നിർമ്മിക്കപ്പെടുന്ന റിസൾട്ടുകളെ ബാധിക്കില്ലേ? ബാധിക്കും അല്ലെ. പിന്നെ എഫിഷ്യൻസിയെ ബാധിക്കില്ലേ? ആ ലബോറട്ടറിയുടെ എഫിഷ്യൻസിയെ ബാധിക്കും. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെയും ബാധിക്കും അല്ലെ. അപ്പോ ഒരു ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു ലബോറട്ടറിക്ക് ഇല്ലെങ്കിൽ അത് ഡയറക്ട്ലി ബാധിക്കുന്നത് റിസൾട്ടിനെ ബാധിക്കും, അതുപോലെ എഫിഷ്യൻസിയെ ബാധിക്കും, വർക്ക് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളെയും ബാധിക്കും. അപ്പോ നല്ല രീതിയിൽ ഒരു ലബോറട്ടറി പ്രവർത്തിക്കണമെങ്കിൽ മാനേജ്മെന്റ് നല്ല രീതിയിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം, എക്യുപ്മെന്റുകൾ ഇതൊക്കെ ലബോറട്ടറിക്ക് നൽകേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. Good laboratory design should examine the following.
ഒരു നല്ല ലബോറട്ടറിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? അതാണ് താഴെ കുറച്ച് പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈനേജ് ആണ്. Signage within or outside the facility should be made available that consists of the following information: name, registration number, service offered, working hours, contact number, fees for different tests and services. അതായത് സൈനേജ് വേണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ലബോറട്ടറിയുടെ ഉള്ളിലും പുറത്തും സൈനേജ് ബോർഡ് സ്ഥാപിച്ചിരിക്കണം. ലബോറട്ടറി അടുത്ത് ചെല്ലുമ്പോ കാണാറുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഉള്ളിലും പുറത്തൊക്കെ സൈനേജ് ബോർഡുകൾ ഉണ്ടാകും. എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ? ആ, ഓക്കെ. അപ്പോ ഈ സൈനേജ് ബോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് നോക്കാം. നെയിം വേണം. ലബോറട്ടറിക്ക് ഒരു പേരുണ്ടാവും അല്ലെ? എല്ലാ ലബോറട്ടറിക്കും ഒരു പേരുണ്ടാവില്ലേ? പേരില്ലാത്ത ലബോറട്ടറികൾ ഉണ്ടാവില്ല അല്ലെ? അപ്പോ ലബോറട്ടറിയുടെ പേര് സൈനേജ് ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാക്കണം. അതുപോലെ തന്നെ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ, ഒരു നമ്പർ കണ്ടിട്ടില്ലേ നിങ്ങള്? ഒരു നമ്പർ ഉണ്ടാകും, ചിലപ്പോ 4 അക്കം ആയിരിക്കാം അല്ലെ? കണ്ടിട്ടുണ്ടാകും. രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും, ലബോറട്ടറിയുടെ രജിസ്ട്രേഷൻ നമ്പർ. പിന്നെ സർവീസ് ഓഫേർഡ്, എന്തൊക്കെ സർവീസുകളാണ് ആ ലബോറട്ടറിയിൽ നൽകുന്നത്? ബ്ലഡ് ടെസ്റ്റിനുള്ള ഇതുണ്ടാകും. അതുപോലെ തന്നെ എന്താ പറയാ, പലതരത്തിലുള്ള, അതായത് എന്തൊക്കെ ടെസ്റ്റുകളാണ്, എന്തൊക്കെ സർവീസ് ആണോ അവർ കൊടുക്കുന്നത്, ആ സർവീസുകളുടെ പേരുകൾ ഉണ്ടാകാം. പിന്നെ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു എല്ലാവിധ ലബോറട്ടറികളും വളരെ ഏർലി മോർണിംഗ് തന്നെ പ്രവർത്തിക്കും അല്ലെ? 7 മണിക്കെങ്കിലും പ്രവർത്തിക്കും. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം ഇത്ര മണി വരെ ആയിരിക്കും ലബോറട്ടറിയുടെ പ്രവർത്തനം നടക്കുക. അപ്പോ വർക്കിംഗ് അവേഴ്സ് നിർബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ കോണ്ടാക്ട് നമ്പർ, ആ ലബോറട്ടറിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ടെസ്റ്റുകൾക്കുള്ള ഫീസ് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ അകത്തും സൈനേജ് ബോർഡ് ഉണ്ടാകും, പുറത്തും ഉണ്ടാകും ബോർഡ്. അപ്പോ അകത്തെ ബോർഡിലായിരിക്കും ചിലപ്പോൾ ഫീസുകളുടെ സ്ട്രക്ചർ, അതിന്റെ എത്രയൊക്കെയാണ് എമൗണ്ട് വരുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. പുറത്ത് ചിലപ്പോ പേരും രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ വർക്കിംഗ് അവേഴ്സും ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോ ഇത്തരത്തില് ആളുകൾക്ക് പരമാവധി അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സൈനേജ് ബോർഡുകൾ ലബോറട്ടറിയുടെ ഉള്ളിലും പുറത്തും സ്ഥാപിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ. യൂസ് സേഫ്റ്റി സൈനേജ് ആസ് ആപ്ലിക്കബിൾ. അതായത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ആണ്. അതായത് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? സേഫ്റ്റി സൈനേജുകൾ സ്ഥാപിച്ചിരിക്കണം. എന്താണ് ഈ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട ഈ സേഫ്റ്റി റെഗുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോ ലബോറട്ടറിയുടെ അകത്തൊക്കെ ചെയ്യുന്ന സമയത്ത് അസ്ഥികൂടത്തിന്റെ ഫോട്ടോ ഒക്കെ കാണാൻ പറ്റും ഇല്ലേ? കണ്ടിട്ടുണ്ടോ? തലയോട്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ? ആ, പിന്നെ ഇങ്ങനെ പുക പോലെ ഒരു മേഘം, ക്ലൗഡിന്റെ പോലെയൊക്കെ കാണാനൊക്കെ പറ്റും. ഇങ്ങനെ കുറേയധികം സൈനുകളുണ്ട്. അതായത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് ആളുകൾ ചില സ്ഥലത്തേക്ക് പോവാതിരിക്കാൻ നമുക്ക് അകത്തേക്ക് പോവാനായിട്ട് പറ്റുമോ? ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ? അതിന്റെ ഡോറില് ചില ചിഹ്നങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞ് ഇൻഡ്യൂ ചിഹ്നമൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ക്രോസ് ചിഹ്നമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഈ തലയോട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇതിനെയാണ് പറയുന്നത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ. അതായത് സേഫ്റ്റി സൈനേജുകള് ലബോറട്ടറിയിൽ സ്ഥാപിക്കുക. ഓക്കെ, അപ്പൊ ഇനി ലബോറട്ടറിയിൽ ഒന്ന് ചെല്ലുമ്പോൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി എന്തൊക്കെ സൈൻ ബോർഡുകളാണ് അവിടെ ഉള്ളത് കേട്ടോ. നോക്കില്ലേ? നോക്കിയിട്ട് എന്നോട് പറയണം ലബോറട്ടറിയിൽ ചെല്ലുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ചിഹ്നങ്ങൾ നിങ്ങൾ കണ്ടു, ഫോട്ടോ എടുത്തിട്ടൊക്കെ വരിക കേട്ടോ. അപ്പോ അതൊന്ന് ഒബ്സർവ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് എമർജൻസി പ്ലാൻസ്, ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റ് എക്സെട്ര ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്. എമർജൻസി പ്ലാനുകൾ ഉണ്ടായിരിക്കും ഒരു ലബോറട്ടറിയിൽ. നമുക്ക് പറയാൻ പറ്റില്ല, ലാബായാലും പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റ്, അതായത് എന്തെങ്കിലും അപകടങ്ങൾ വരാം. ഒരു ലാബില് ചിലപ്പോൾ തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ്, രാസചോർച്ച. നമുക്കറിയാം ധാരാളം കെമിക്കൽസ് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന്
ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അതുപോലെ തന്നെ ലാബ് ആക്സിഡന്റ് ഉണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും കെമിക്കൽസ് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടി സ്ഫോടനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ദുരന്ത നിവാരണോ എന്തെങ്കിലും ഒരു അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ എമർജൻസി പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതും ഒരു നല്ല ലബോറട്ടറിയുടെ ലക്ഷണമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അപകടം ഉണ്ടായി പകച്ചു നിന്നിട്ട് കാര്യമില്ല. അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ദെൻ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺസ്റ്റന്റ് പവർ സപ്ലൈ, അതായത് സ്ഥിരമായിട്ട് വൈദ്യുതി ഉണ്ടാകുക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് വൈദ്യുതി ഉണ്ടാകുക. വൈദ്യുതി അല്ലെങ്കിൽ പവർ സപ്ലൈ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പവർ സപ്ലൈ ഇല്ലെങ്കിൽ, കറണ്ട് ഇല്ലെങ്കിൽ എന്താ? നമ്മുടെ വീട്ടിലായാലും കറണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക്? ആണോ? നമുക്ക് എങ്ങനെയാ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നേ? ഭയങ്കരമായിട്ട് ചൂടെടുക്കും അല്ലേ? പക്ഷെ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കറണ്ട് ഇല്ലെങ്കിൽ? മിക്സി പ്രവർത്തിക്കില്ല അല്ലേ? ആ, മെഷീൻ ഓഫ് ആകും. അത് തന്നെ, അതാണ് കേട്ടോ. അതായത് ലബോറട്ടറിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ പവർ സപ്ലൈ വേണം, കറണ്ട് വേണം. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? മെഷീൻസ്, അതായത് അവിടെ പ്രവർത്തിക്കുന്ന മെഷീനുകൾ ഓഫ് ആകും. അപ്പോ എപ്പോഴും, അതായത് വൈദ്യുതി കറണ്ട് പോയി കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. Then next one, ventilation, environment control, temperature, humidity, etc. and lighting arrangement. അതായത് നല്ല രീതിയിൽ വെന്റിലേഷൻ ഉണ്ടാവുക, വായു സഞ്ചാരം ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലബോറട്ടറിയിൽ ആവശ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നിലനിർത്തുക, ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത അല്ലെ അതുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് വേണം. വെട്ടം വെളിച്ചം ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക്? ലബോറട്ടറിയിലാണെങ്കിൽ എവിടെയാണെങ്കിലും എന്ത് വേണം? ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ കണ്ണ് കാണാൻ പറ്റൂ, ആണോ? ആ, അപ്പോ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം. Then next one, communication facility with the referral centers. നമ്മൾ ലബോറട്ടറിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം, അതായത് എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർ പറയും ചിലപ്പോ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും, ചിലപ്പോ നാളെ ആവുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം പിടിക്കും എന്നൊക്കെ പറയും അല്ലെ? പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? മിക്കവാറും പറഞ്ഞിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നേ? അതായത് ഇവരുടെ റഫറൽ സെന്റർ ഉണ്ട്, അതായത് ഇവരുടെ ഹൈ ബ്രാഞ്ച് ഉണ്ട്, ഒരു ഹെഡ് ബ്രാഞ്ച് ഉണ്ട്, അതായത് ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും അല്ലെ? അതായത് കുറച്ചും കൂടി ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഇവരുടെ തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ടാവും. ആ ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സാമ്പിൾ അയക്കണം. ഓക്കെ, അപ്പൊ അവരുമായിട്ട് എന്ത് വേണം? ആ സാമ്പിൾ അയച്ചിട്ട് അവിടെ നിന്ന് വേണം എന്ത് ചെയ്യാൻ? നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് അവർ കുറച്ച് ഡിലേ ആവുമെന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള റഫറൻസ് സെന്റേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, then next one, transport of specimen samples to referral centers. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരത്തില് നമ്മൾ കൊടുക്കുന്ന ലാബില് ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ നമ്മുടെ സാമ്പിൾസ് എന്ത് ചെയ്യും? ആ റഫറൽ സെന്റേഴ്സിലോട്ട് സെൻഡ് ചെയ്യും അല്ലെ? അപ്പൊ അത് കൊണ്ടുപോകാനുള്ള സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിൾ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതും, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതും ഒരു ഗുഡ് ലബോറട്ടറിക്ക് വേണ്ട ഒന്നാണ്. ഓക്കെ, then next one, lab areas that contain carcinogens, radioisotopes, biohazards and lasers should be correctly marked with the proper warning signs. ഇവിടെ എന്താ പറയുന്നത്? ലാബ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ കാർസിനോജൻസ് ഉണ്ട്. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസസ് ക്യാൻസർ അല്ലെ? ക്യാൻസർ ഉണ്ടാകുന്ന ചില കമ്പോണൻസ് ആണ് കാർസിനോജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ റേഡിയോ ഐസോട്ടേപ്പ്, ബയോ ഹസാർഡ്സ്, ലേസേഴ്സ് അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള കമ്പോണന്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ മനുഷ്യന് ഹാനികരമാണ്, ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ അത് കറക്റ്റ്ലി മാർക്ക് ചെയ്ത് വെക്കണം. അതായത് വാർണിംഗ് സൈനോട് കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന്
കറക്റ്റ് ആയിട്ട് വാർണിംഗ് സൈനോട് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ടാകണം. നമുക്കറിയാം ലബോറട്ടറിയിലൊക്കെ പോകുന്ന സമയത്ത് ബയോ ഹസാർഡിന്റെ ഇത് കാണുവാണെങ്കിൽ അവിടെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ടാവും, ബയോ ഹസാർഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി പോകുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ കറക്റ്റ് വാർണിംഗ് സൈനോട് കൂടി അത് മാർക്ക് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇസ്റ്റു എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം അവോയ്ഡ് എന്നാണ് കേട്ടോ. നിങ്ങൾ ഇസ്റ്റു എന്നൊന്നും പഠിച്ചു വെക്കേണ്ട, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡാണ്. അവോയ്ഡ് എന്ന് അതിന്റെ താഴെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇസ്റ്റു എന്ന് പറഞ്ഞാല് ടു അവോയ്ഡ് എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഓക്കെ, അവോയ്ഡ് എന്ന് ചെയ്താൽ ടു ഉണ്ട് അവിടെ, അവോയ്ഡ് നിന്ന് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, to eschew cross contamination, the basic infrastructure facilities should have separated designated areas for reception, for specimen collection, for waiting, work area, disposal area, cleaning of glasswares, toilet facilities for staff and for patients. അതായത് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ അണുവ്യാപനമാണ് കേട്ടോ. അതായത് ലബോറട്ടറിയിൽ നമുക്കറിയാം ധാരാളം ജേംസ് ഉണ്ട് അല്ലേ, ധാരാളം അണുക്കളില്ലേ ലബോറട്ടറിയില്, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള ജേംസ് ആണ് അവിടെ ഉള്ളത്, ലബോറട്ടറിയിൽ ഉള്ളത്. അപ്പൊ അത്തരത്തില് അണുക്കളുടെ അല്ലെങ്കിൽ ആ ഒരു ക്രോസ് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ അണുക്കൾ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ലബോറട്ടറിയിൽ തന്നെ വിവിധ തരത്തിലുള്ള ഏരിയകളുണ്ട്. അതിനെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. എല്ലാരും കൂടി ഒരുമിച്ചാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? നമുക്ക് രോഗം വരും അല്ലെ. അവിടെയുള്ള സ്റ്റാഫുകൾക്കാണെങ്കിലും രോഗം പിടിപെടും, അവിടെ ചെല്ലുന്ന പേഷ്യൻസിനാണെങ്കിലും രോഗം വരും അല്ലെ. അപ്പോ ഈ അണുവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട്, ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം? സെപ്പറേറ്റ് ചെയ്തിരിക്കണം ഏരിയകൾ. ഓക്കെ, റിസപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്പെസിഫിൻ കളക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വർക്ക് ഏരിയ ഉണ്ടായിരിക്കണം, ഡിസ്പോസൽ ഏരിയ വേറെ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഏരിയ വേറെ ആയിരിക്കണം. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കുറച്ച് നീങ്ങിയിട്ടായിരിക്കണം. അത് സ്റ്റാഫിനും ഉണ്ടായിരിക്കണം, പേഷ്യൻസിനും വേറെ ആയിരിക്കണം കേട്ടോ. രണ്ടുപേർക്കും കൂടി ഒരുമിച്ചല്ല, സ്റ്റാഫുകൾക്ക് വേറെയാണ് ഉണ്ടാവുക, പേഷ്യൻസിന് വേറെയാണ് ഉണ്ടാവുക. ഇനി ചില സ്ഥലത്തൊക്കെ ഒരുമിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അണുക്കൾ പെട്ടെന്ന് പടരുകയും അത് പേഷ്യൻസിലേക്കും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിലേക്കും ബാധിച്ചെന്നിരിക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ, specimen sample slide storage facility including cold storage wherever applicable. Only authorized personnel should have access to examination area, record keeping areas. Okay, അതായത് ഈ സ്പെസിമെൻ അഥവാ സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ കോൾഡ് സ്റ്റോറേജ് സൗകര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് സൂക്ഷിച്ച് കുറെ നാള് വെക്കുന്നതിന് അല്ലെങ്കിൽ കുറെ ദിവസമൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് കോൾഡ് സ്റ്റോറേജ് സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏരിയകളിലൊക്കെ, അതായത് സാമ്പിളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഏരിയകളിലോട്ട് ഓതറൈസ്ഡ് പേഴ്സണ് മാത്രമാണ് ആക്സസ് ഉണ്ടായിരിക്കുക. അതായത് സാധാരണക്കാരുള്ള പേഷ്യൻസ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് എന്ത് ചെയ്യില്ല, അവരെ അങ്ങോട്ട് കടത്തിവിടില്ല. ആർക്കാണോ അവിടെ കയറാനായിട്ട്, അവിടെ ഉള്ള സ്റ്റാഫുകൾക്കായിരിക്കും അവിടെ കയറാനായിട്ട് ആർക്കാണ് ആക്സസ് ഉള്ളത് അവർക്ക് മാത്രമാണ് എൻട്രി കൊടുക്കുക. പിന്നെ റെക്കോർഡ് കീപ്പിംഗ് ഏരിയാസിലും ഇതുപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കും എൻട്രി ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇനി നമുക്ക് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ലാസ്റ്റ് ഒന്ന് പറയാം. അതായത് ഈ സ്പെസിമെൻ കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ അത് കുറെ നാള് സൂക്ഷിക്കുന്നതിനും അതുപോലെ അത് എന്താ പറയാ പെട്ടെന്ന് ഡാമേജ് ആവാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഫ്രോസൺ ചെയ്തൊക്കെ സൂക്ഷിക്കില്ല, അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഓതറൈസ്ഡ്, അതായത് അംഗീകരിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് അങ്ങോട്ട് എൻട്രി ഉണ്ടായിരിക്കുക. അതാണ് ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ഇനി നമുക്ക് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ഒന്ന് നോക്കാം.
Medical laboratories, according to NABL, are divided into 4 as below. Irrespective of the place, they are operating and are equally applicable to both the public and the private sector. NABL ന്റെ full form അറിയാമോ നിങ്ങൾക്ക്? NABL. National Accreditation Board for Testing and Calibration Laboratory, അല്ലേ? എല്ലാവരും എഴുതി എടുത്തിട്ടുണ്ടോ? എല്ലാവരുടെ കയ്യിലുണ്ടോ ലബോറട്ടറി NABL ഫുൾ ഫോം? ഇല്ല. എഴുതിയെടുത്തോളൂ കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ NABL. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, എഴുതിയെടുത്തോളൂ കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഓക്കെ, എഴുതിയോ? ഓക്കെ, അപ്പോ NABL എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡി, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണെന്ത് ഈ ഒരു NABL എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് NABL ആണ്. ഓക്കെ, അപ്പോ ഇനി ബാക്കിയുള്ളത് നമുക്ക് നാളെ ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ലബോറട്ടറീസിനെ തിരിച്ചിരിക്കുന്നത് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഡൗട്ട് ഉണ്ടോ? ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ. എല്ലാവർക്കും മനസ്സിലായോ? നല്ല ചാപ്റ്റർ ആണോ ലബോറട്ടറി? ഇഷ്ടായോ? ഇഷ്ടായിരുന്നു. ഹലോ മാം, പറഞ്ഞോളൂ. ഇന്നലെ എടുത്ത പോർഷനിലെ ഫങ്ഷണൽ ഡിവിഷൻ അതില്ലേ, ഡിവിഷൻ, അതില് ഓറിയന്റഡ് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കപ്പോ അത് നോട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. സമയം ഉണ്ടല്ലോ മാം, ഒന്ന് പറഞ്ഞു തരുമോ? അതൊന്ന് റിപ്പോർട്ട് ക്ലാസ് കാണൂ കേട്ടോ. സമയമില്ല പറഞ്ഞു തരാനായിട്ട്. 5 മിനിറ്റിൽ തീരില്ല. ഓക്കെ ഓക്കെ, സാറേ. റിപ്പോർട്ട് ക്ലാസ് കാണാം. 5 എണ്ണം ഉണ്ട്. അതൊന്ന് റിപ്പോർട്ട് ക്ലാസ് കാണാം. ഓക്കെ. ഇന്നലെ ക്ലാസ്സിൽ കയറിയില്ലേ? അപ്പൊ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം? ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാനൊരു വണ്ടിയിലായതുകൊണ്ട് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല.
നോക്കിയിട്ട് പറയൂട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്നാ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? മാം ഹലോ മാം, പറഞ്ഞോളൂ. ലബോറട്ടറീസ് ഫുള്ളും പറഞ്ഞായിരുന്നു പോയിന്റ്. ഫോൺ അങ്ങ് ഓഫ് ആയി. ലബോറട്ടറി ഫുൾ പോയിന്റും പറഞ്ഞോ അതോ? ഞാന് ഇല്ല, ഞാൻ ഫുള്ള് പറഞ്ഞിട്ടില്ല. ഞാൻ NABL ഫുൾ ഫോം മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഹരിത ഫോൺ ഓഫ് ആയിപ്പോയി, സ്വിച്ച് ഓഫ് ആയിപ്പോയി, ഞാൻ ചോദിച്ചത്. ഇല്ല, ബാക്കി ഞാൻ നാളെ എടുക്കുള്ളൂ. NABL ഫുൾ ഫോം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. മാം പിന്നെ മറ്റില്ല അതിന്റെ പറയാം, ബയോകെമിക്കൽ അനാലിസിസ് പറയാമോ? എഴുതി എടുക്കാൻ പറ്റിയില്ല, അത് ഒന്ന് പറയാമോ? അത് എഴുതിയെടുത്തോളൂ. ടെസ്റ്റ് യൂസ്ഡ് ടു സ്റ്റഡി. ടെസ്റ്റ് യൂസ്ഡ് ടു സ്റ്റഡി the presence or absence of enzymes comma proteins comma lipids etc. Test used to study the presence or absence of enzymes, proteins, lipids etc. Example വരുന്നത് liver function test, LFT, bilirubin test. ലിവർ പിന്നെന്തുവാ മാം? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ LFT എന്ന് എഴുതിയാൽ മതി കേട്ടോ. LFT, ബിലിയറൂബിൻ ടെസ്റ്റ്. 2 എക്സാമ്പിൾ ആണ് പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.